നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവപുരായ ച. എന്തൊക്കെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. ഒന്ന് ചേട്ടാ ഒരെണ്ണം എടുക്കുന്നു. നമ്മൾ എൻ്റെ ക്യാമറ എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞേ. അവിടുന്ന് കൊണ്ട് ഒരു വീഡിയോ എടുക്കണേ, ഫോട്ടോ കൊണ്ട് ആശ്രമത്തിൻ്റെ ബാനർ അടക്കം മടക്കി വയ്ക്കാം. മടക്കി വയ്ക്കാം. ബാക്കിയെല്ലാം മടക്കി മനുഷ്യമായ ഈ മഹാകുംഭമേള നഗരിയിൽ കേരളത്തിൽ നിന്ന് പദയാത്രയായിട്ട് 4 മാസമായിട്ട് നടന്നിട്ട് ഒരു കുട്ടിയുടെ എത്തിയിട്ടുണ്ട് ആത്മബോധ ഫൗണ്ടേഷനിൽ. എങ്ങനെ പറയാൻ വാക്കുകളില്ല അതിന്. എന്തായാലും നമുക്ക് ആ മോനോടൊന്ന് ചോദിക്കാം, പരിചയപ്പെടാം. ആദ്യം മോൻ്റെ പേരെന്താ? ഹരി ഓം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. സ്ഥലം പാലക്കാടാണ്. ഞാൻ കേരളത്തിൽ നിന്ന് പാലക്കാട്ടിൽ നിന്ന് കാശിയിലോട്ടൊരു പാദയാത്രയിലാണ്. ഇപ്പോൾ കുംഭമേളയിൽ അവിടെ എത്തിയിട്ടുണ്ട്. 4 മാസത്തോളമായി യാത്ര ചെയ്യാൻ തുടങ്ങി. എന്ന് തിരിച്ചു കേരളത്തിൽ നിന്ന്? 18-ാം തീയതി സെപ്റ്റംബർ 18 പൗർണിമ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ യാത്ര തിരിച്ചു. അവിടെ നിങ്ങളുടെ അങ്ങയുടെ യാത്രയിലുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? വളരെ വൈവിധ്യമായ സനാതനധർമ്മത്തിൻ്റെ ബോധമുള്ള ഒരുപാട് വ്യക്തികളെ കാണാൻ സാധിച്ചു. ഗുരുവായൂരത്ത് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ മൂകാംബികയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ഓംകാരേശ്വർ മഹാകാളേശ്വരിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ സിയാറാം ബാബ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയായിരുന്നു. പുള്ളി പ്രായമായി നിൽക്കുമായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? കാണാൻ ഞാൻ അവിടെ എത്തി. തലേന്ന് ഒരു വൈകുന്നേരം 6 മണി 6:30 എത്തി. 7 ദർശനം കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ നേരത്തെ യാത്ര തിരിക്കാമെന്ന് വിചാരിച്ചാണ്. ആ ദിവസം രാവിലെ പുള്ളി ശരീരം ഉപേക്ഷിച്ച് മോക്ഷ ഏകാദശി ദിവസം ശരീരം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ദിവസം പൂർണ്ണമായും പുള്ളിയുടെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ആ സമാധി ചടങ്ങിനൊക്കെ ഉണ്ടായിരുന്നു? പൂർണ്ണമായും അവിടെ ഉണ്ടായിരുന്നു. ശങ്കരാ ശങ്കരാ ഒരു നിമിത്തമാണെന്ന് പറയാം. ഒരു 2 ലക്ഷത്തിലധികം ആളുകൾ വന്നിട്ടുണ്ടാകും. ആളുകളൊന്ന് കാണാൻ വേണ്ടി മാത്രം ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പുള്ളിയുടെ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു 8-10 മണിക്കൂറോളം അവിടെ തന്നെയായിരുന്നു ഇരിക്കുന്നത്. ആദ്യമായിട്ടാണ് അവിടെ സന്ദർശിക്കുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് ആളുകൾ അവിടെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞു. എനിക്ക് പരിചയമില്ല, എനിക്ക് അവരെയും പരിചയമില്ല. ഹിന്ദി അറിയോ? ഹിന്ദി മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് അതുപോലെ വരും. കന്നഡയും തെലുങ്കും കേട്ടാൽ മനസ്സിലാവും. ഓക്കെ. ബാക്കി ഈ ആധ്യാത്മിക സനാതന ധർമ്മത്തിൻ്റെ ഈ യാത്രയ്ക്ക് ബാക്കി എന്തെങ്കിലും അനുഭവമായിട്ട് പറയാൻ പറ്റും? ഇത് വലിയൊരു സംഭവമാണ്. മഹാരാജൻ്റെ അടുത്ത് എത്തിപ്പെടുക, അത്രയും ശ്രേഷ്ഠമായൊരു വ്യക്തിയുടെ അടുത്ത് എത്തിപ്പെടുക, ലോകം അറിയുന്ന ഒരു മഹാരാജൻ്റെ അടുത്ത് എത്തിപ്പെടുക, അതൊക്കെ അനുഗ്രഹമാണ്, മുൻജന്മഭാഗ്യം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു ഭാരത പര്യടനം എന്ന നിലയിൽ ബൈക്കിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് യാത്ര പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു മാസത്തോളം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു യാദൃച്ഛികമായ ഒരു ജ്ഞാനിയെ കാണാനിടയായി. കാശിയിലാണെങ്കിൽ
അപ്പോൾ ആ പുള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ പുള്ളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. 6 മാസത്തോളം പുള്ളിയുടെ ശിഷ്യത്വത്തിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. പുള്ളി 40 വർഷത്തോളം ഭാരതം മുഴുവൻ കാൽനടയായി യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ പുള്ളിയായിരുന്നു പറഞ്ഞത്, പൈതലാവുകേ ബഹുത് ആനന്ദായക, നടന്നു വരുമോ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഓരോരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളിലൂടെയായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നത് വളരെ യാദൃശ്ചികമായാണ്. ഞാൻ ഇങ്ങനെ ഒരു വരവിപ്പോൾ സ്വീകരണം ഒന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ഒരു നിമിത്തം എന്ന് പറയുന്നത് നിമിത്തത്തിൻ്റെ ഒരു ഓരോ ദിവസവും പല പല നിമിത്തങ്ങളിലൂടെയാണ് കടന്നത്. ഇന്നത്തെ പ്രത്യേകത പ്രദോഷമാണ്, വളരെ വിശേഷപ്പെട്ടൊരു സമയമാണ്. തിങ്കളാഴ്ചയും രണ്ട് പുഷ്പോട് കൂട്ടാം. പവിത്രക്കിൻ്റെ എടുത്തോളൂ കേട്ടോ. ഇതായിരിക്കും അടുത്ത ദിവസം. അദ്ദേഹത്തിന് ഈ ആത്മബോധ ഫൗണ്ടേഷൻ്റെ പേരിലും സനാതന ധർമ്മത്തിൻ്റെ പേരിലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്നലെ എത്തിപ്പെട്ടിട്ടുള്ള RSSൻ്റെ പ്രചാരകമായിരുന്ന ജീവിതം മുഴുവൻ സനാതനത്തിന് വേണ്ടി മാറ്റിവെച്ച സ്വാമി എന്ന് തന്നെ പറയാം, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് പൊന്നാട ഇട്ട് സ്വീകരിക്കുന്നതായിരിക്കും. ചേട്ടാ ഭഗവാനെ, ഞാൻ സ്വാമി ജയമണികണ്ഠാനന്ദ സരസ്വതി മങ്കര, പാലക്കാട് മങ്കര മിനി ശബരിമല പ്രഭാകരാനന്ദ സ്വാമികളുടെ 60ാമത്തെ ശിഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇങ്ങനെ സനാതനികളുടെ ആ ഗാംഭീര്യം അല്ലെങ്കിൽ സനാതനത്തിൻ്റെ ആ പവറ് ഇത്തരത്തിലുള്ള പല ഋഷിമുനിമാരുടെയും പദയാത്രയിലൂടെയാണ് ഈ തപോഭൂമിയായിട്ടുള്ള ഭാരതം പവിത്രമായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ഒരാളുടെ പാദം കഴുകാൻ വരെ സന്യാസിയായി എനിക്ക് സാധിച്ചു വെച്ചെങ്കിൽ അത് ഞാൻ പവിത്രമായിട്ടാണ് നമഃശിവായ. ഹര ഹര മഹാദേവ. നമഃശിവായ. 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 കളവെടുക്കുന്ന ചെന്നിട്ട് വിഭൂതി ഓടത്തിലുണ്ട്. ഇതായിരിക്കും തലകിലവിടെ. നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവധരായ ച നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവധരായ ച. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവധരായ ച നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ശിവായ ച ശിവധരായ ച. ഓം നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവധരായ ച. ഹര ഹര മഹാദേവ. ശിവായ. ശിവായ. നിങ്ങളുടെ യജ്ഞശാല ഒന്ന് അങ്ങയുടെ പാദം നോക്കി നമഃശിവായ. 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 ഇങ്ങോട്ട് തിരിഞ്ഞു. നമഃശിവായ. 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 ഓം നമഃശിവായ. ഓം നമഃശിവായ. ഓം നമഃശിവായ. ഓം നമഃശിവായ. നമഃശിവായ. അഭിഷേകം ചെയ്തു. ഓം
നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മഹേശ്വരായ ച നമ ശിവായ ച ശിവധരായ ച സ്വാഹ വാങ്മനശ്രോത്രജ്ഞാനജുക്വാരേതോ ബുദ്ധ്യാഭ്യസങ്കൽപ്പാമേ ശുദ്ധ്യന്താം ജ്യോതിർഹം ഋജാപാത്മാഭൂയാസം സ്വാഹ ശിരപാണി പാദപാർശ്വപൃഷ്ടോ ജ്യോതിരജംഗസ്നോവസ്തപ്പായ ഓം മേ ശുദ്ധ്യന്താം ജ്യോതിർഹം ഋജാപാത്മാഭൂയാസം സ്വാഹ സർവമാം രുദ്രമേതോ മധ്യാസ്തിനീമേ ശുദ്ധ്യന്താം ജ്യോതിർഹം ഋജാപാത്മാഭൂയാസം സ്വാഹ ശബ്ദസ്പർശരൂപരസഗന്ധാമേ ശുദ്ധ്യന്താം ജ്യോതിർഹം ഋജാപാത്മാഭൂയാസം സ്വാഹ മനോബുദ്ധിരഹങ്കാരശ്ചിത്തം മേ ശുദ്ധ്യന്താം ജ്യോതിർഹം ഋജാപാത്മാഭൂയാസം സ്വാഹ ഓം ആബോഹിഷ്ടാമയോ ഭുവ സ്ഥാന ഊർജേതധാതരമഹീർണായ ചക്ഷസേ യോപശിവതമോരസസ്തസ്യ ഭാജയതേഹന ഉഷതീരിവ മാതരഃ ഓം തസ്മാ അരംഗമാമോ യസ്യക്ഷയായ ജിന്നുത ആഭോജനയദാജനഃ ഓം ഭൂർഭുവഃ സ്വഃ തത്സൗദുർവരേണ്യ ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ദേവിക്ക് ശേഷം ശിരസിൽ അഭിഷേകം ചെയ്തോളൂ ശിവായ ഓം നമഃ ശിവായ കുറച്ച് ശിലയിൽ കുറച്ചൊന്ന് വെട്ടിക്കോളൂ ആ മതി ഇനി അങ്ങയുടെ കൈ കൊണ്ടൊന്ന് എല്ലാവരും ഒന്ന് തിരിച്ച് ബാക്കി കുറച്ചും ഓം നമഃ ശിവായ 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 എല്ലാവരുടെയും എല്ലാവർക്കും ഒന്ന് തെളിച്ചോളൂ ഓം നമഃ ശിവായ 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 ഓം നമഃ അദ്ദേഹത്തിന് ബാക്കിയുള്ള സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ